നമ്മുടെ വേദ നന്ദിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. നന്ദിനിയെടുത്ത് എന്തിനാ വളഞ്ഞ വഴിക്ക് പിടിക്കാൻ നോക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമെന്ന് നന്ദിനിയെടുത്ത് കറക്റ്റായിട്ട് പറ എന്ന് പറയും കേട്ടോ. ആളുകളെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു കല്യാണം പോലെ നടത്തുക എന്ന് പറഞ്ഞാൽ ചിലവുള്ള കാര്യമല്ലേ? അപ്പോൾ അതാരാ നടത്തുക എന്നിങ്ങനെ വിനായകൻ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയും പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഇവരുടെ ആരുടെ കയ്യിലാണ് പൈസയുള്ളത്? അച്ഛൻ്റെ കയ്യിലാണ് ചില്ലിക്ക് പൈസയില്ല. വിക്രമിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പോൾ നമ്മൾ കാശ് ഉണ്ടാക്കാനായിട്ട് എവിടെ പോകും എന്നൊക്കെ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് വിനായകൻ ചോദിക്കുകയാണ്. അതെ, ഇപ്പോഴാണ് യഥാർത്ഥ കാരണം മനസ്സിലായത് എന്നിങ്ങനെ നമ്മുടെ കമലമ്മ പറയുകയാണെ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയടുത്ത് പറയുന്നുണ്ട് കേട്ടോ, വിനയേട്ടൻ ചോദിച്ചത് ശരിയല്ലേ അമ്മേ? അമ്മ വെള്ളം കൂട്ടിക്കൊണ്ട് തിരുമേനിയുടെ അടുത്ത് പോയി ഡേറ്റും കാര്യങ്ങളൊക്കെ കുറിപ്പിച്ചെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ പൈസ വേണ്ടേ? ഒരു പവന് 70,000-ന് മേലെയാണ്. അപ്പോൾ ഒരു 3 പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വേണം? എങ്ങനെയാണേലും പണിക്കൂലിയും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കിനും 2-3 ലക്ഷത്തോളം രൂപ വേണ്ടേ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കമലം പറയുന്നുണ്ട്, അതൊക്കെയാലും നീ തരാൻ പോകുന്നില്ലല്ലോ നന്ദിനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ നന്ദിനിയടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അത്രയും വലിയ പണക്കാരൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, നിലവിളക്ക് മുന്നിൽ വെച്ച് ഒന്ന് പുടവ എടുത്ത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞു, ബാക്കിയുള്ളതെല്ലാം ആർഭാടമാണ്. അതെ, ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നു എന്ന് മാത്രം എന്നിങ്ങനെ അമ്മ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരുടെ ചടങ്ങിൻ്റെ കാര്യം അമ്മ ഈ പറയുന്നതെന്ന്? അയ്യടാ, നിനക്കത് മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ എന്നിങ്ങനെ നമ്മുടെ നന്ദിനി ചാടിക്കയറി പറയുവാണേ. അമ്മയും നിൻ്റെ ഭാര്യയും കൂടെ ഏതോ ഒരു നമ്പൂതിരിയുടെ അടുത്ത് പോയിട്ട് ഇലയിട്ട് നോക്കാൻ പോയതാണെന്ന് പറയുവേ. ഇലയിട്ട് നോക്കാനോ എന്നിങ്ങനെ വിക്രം ചോദിക്കേ. അന്നേരത്തേക്ക് നമ്മുടെ കമലമ്മ പറയും കേട്ടോ, അതെ, വേദയുടെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങളുടെ കല്യാണം നടത്തി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞാനൊരു ജ്യോത്സ്യനെ കാണാൻ പോയതാണ് എന്നിങ്ങനെ അമ്മ പറയുവേ. ഈ മാസം 21-ന് നല്ലൊരു മുഹൂർത്തമുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പറയുവേ, അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അന്നത്തേക്കും നമ്മുടെ നന്ദിനി പറയും കേട്ടോ, അങ്ങനെ ചോദിക്കേ. അമ്മളത്തേക്കും നമ്മുടെ കമലയുടെ സ്വരം അങ്ങ് മാറ്റും കേട്ടോ. അമ്മ എങ്ങനെ ചോദിക്കുകയാണേ, ഒരു ദിവസം ഒരു സമയത്ത് നിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് ഒന്ന് താലി കെട്ടിയതാണല്ലോ, ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഞങ്ങളുടെ ഇഷ്ടത്തോടെ നിങ്ങൾ ഒന്നുകൂടെ താലി കെട്ടുന്നു, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. ഇതൊക്കെ ഇവളുടെ പുതിയ അടവായിരിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ ഇവൾ ഈ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവനെ ഭരണം നടത്താമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദ ഇങ്ങനെ വിക്രത്തിൻ്റെ മുഖം നോക്കിയിട്ട് പറയേ, വിക്രം എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ അച്ഛനെ ഞാൻ ഭരിക്കാനോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും വിക്രം പറയണേ, ഇതിവിടെ അടവാണ് അമ്മേ, വീട്ടുകാരുടെ സ്വഭാവത്തോട് കല്യാണം കഴിച്ച് കയറി കഴിഞ്ഞാൽ ഇവിടെ തനി സ്വഭാവം പുറത്തെടുക്കും എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുവാണേ. നമ്മുടെ വേദമോൾ എവിടം വരെ പോകുമെന്ന് ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ അമ്മ ശ്രീജിയോട് ചോദിക്കുവേ. അന്നേരത്തേക്കും നമ്മുടെ നന്ദിനി ചോദിക്കും, വേദമോളോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീജി അടുത്ത് പറയുന്നുണ്ട്, ഏതെന്താണേലും ഈ വീട്ടിലെ മരുമകളാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇനി അവരുടെ വീട്ടുകാർക്കൊരു സമ്മതം, അത്രേ ഉള്ളൂ. അവരുടെ മകളുടെ വിവാഹം നേരിൽ കാണാനൊരാഗ്രഹം, അതിനൊരു ആചാരം. ഇനിയൊന്നും പറയാൻ നിൽക്കാതെ ചടങ്ങിനുള്ളതിന് വേണ്ടിയിട്ട് കാശ് കണ്ടെത്തു വിക്രം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇവരുടെ കഴുത്തിൽ താലി മുറുക്കി കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ഒരു കുരുക്ക് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാനും അതിന് കാശ് ഉണ്ടാക്കണോ എന്നൊക്കെ തന്നെ ചോദിക്കുവേ. അന്നേരത്തേക്ക് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, മുറുക്കാനൊന്നും നിൽക്കേണ്ട, കുരുക്കിടാനൊന്നും നിൽക്കേണ്ട, ഒന്ന് താലി ഒന്ന് വെറുതെ ഒന്ന് വെച്ച് തന്നാൽ മതി, കെട്ടുന്നതൊക്കെ മൂത്ത നാത്തൂനായ ശ്രീചേർത്തി ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും കാശ് കണ്ടെത്താൻ പറയുമ്പോഴത്തേക്കിനും ഏട്ടത്തിയായി പോയി അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കമലം പറയുന്നുണ്ട്. അന്നേരത്തേക്കിനും നമ്മുടെ വിക്രത്തിനങ്ങ് ഭയങ്കര കലിപ്പ് കയറിയിട്ട്, നീ എന്തെങ്കിലും ചെയ്യുവോടാ, നീ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണേ. അന്നേരത്തേക്ക് നമ്മുടെ നന്ദിനി വന്നിട്ട് പറയുവേ, വിക്രം ഭയങ്കര ദേഷ്യത്തിലാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവൻ്റെ ദേഷ്യം മാറ്റാൻ എനിക്കറിയാം എന്നിങ്ങനെ അമ്മ പറയേ. അന്നേരത്തേക്കിനും വേദ പറയും കേട്ടോ, അതെ, അവൻ്റെ വിക്രമിൻ്റെ ദേഷ്യം മാറ്റാനായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ വിക്രമിൻ്റെ അടുത്തോട്ട് പോകും കേട്ടോ. എന്തൊരു ദേഷ്യമായത് എന്ന് പറഞ്ഞിട്ട് താടിക്ക് കൈയൊക്കെ കൊടുത്തോണ്ടാണ് വിക്രം നമ്മുടെ വേദ വരുന്നത് കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ വിക്രം പറയുവേ, അതുകൊണ്ട് എന്ത് പ്രയോജനം? ചാക്കി കയറ്റി ഇല്ലം കടത്തിയാലും 3-ാം പക്കം നീ തിരിച്ചു വരില്ലേ? നമ്മുടെ വിക്രത്തിനൊന്ന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ പോയത് പിടിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗ്ലാസ്സാണ് തട്ടിത്തെറിപ്പിക്കുന്നല്ലോ, പൊട്ടിപ്പോകും, ഇതിന് മാത്രം ഇത്രത്തോളം ദേഷ്യം വരാൻ ഇപ്പം എന്താ കാരണം? നീ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കിന് ആണെങ്കിൽ എന്താണ് ഇങ്ങനെ വേദ ചോദിക്കുക. 2 വീട്ടുകാരുടെയും സമ്മതത്തോട് കൂട്ടിയിട്ട് നടത്താനേ എൻ്റെ പട്ടി വരുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദ പറയും കേട്ടോ, പട്ടിയെ ശ്രീനിസാറിൻ്റെ കൂടെ അയച്ചിട്ട് വിക്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയും കേട്ടോ.
എടി നിനക്ക് നാണോ മാനോ ഒന്നുമില്ല അഭിമാനമൊന്നും ഇല്ല എന്നിങ്ങനെ ചോദിക്കേ. ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ബലമായി പിടിച്ച് താലി കെട്ടുമ്പോൾ അഭിമാനം ഉണ്ടായിരുന്നു. അത് നിങ്ങളാണ് കെടുത്താൻ ശ്രമിച്ചത് എന്നിങ്ങനെ വേദ കൈ ചൂണ്ടിയിട്ട് സംസാരിക്കുവേ. എന്നിട്ടിങ്ങനെ വിക്രമിനെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇതാക്കുവേ. അന്നേരത്തേക്കിന് വിക്രം ഇങ്ങനെ തല താഴ്ത്തും കേട്ടോ. പിന്നെ നാണം, ഭർത്താവിൻ്റെ മുന്നിൽ നാണം പാടില്ലെന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളെ കാണുമ്പോൾ അതൊട്ടും തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് വിക്രം ചീന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വിക്രമിന് നാണാവുന്നുണ്ടോ? ആണുങ്ങൾക്ക് വിക്രം നാണമൊക്കെ ഉള്ളത് നല്ലതാണ്. അത് മരുന്നിനെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ 3 ആൺമക്കളും ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കളിയാക്കുന്നുണ്ട്. ഒക്കെ ജ്യോത്സ്യം പറഞ്ഞതേ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ജീവിതത്തിൽ ഇനി ഇതേ നടക്കാനുള്ളൂ എന്നാൽ എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് നടത്തേക്കാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പറയാൻ നിൻ്റെ ഒരു തുളസിയില വന്ന് നീ എൻ്റെ വീട്ടുകാരും കൂടെ അന്ധവിശ്വാസികളാക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയും സ്വന്തം വിശ്വാസം മറ്റുള്ളവർക്ക് ഹാനികരമാകുമ്പോഴാണ് അത് അന്ധവിശ്വാസം ആകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസമാണ് അന്ധവിശ്വാസമായത്. ശ്രീനിവാസിനെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ വെട്ടാനും കുത്താനും ഒക്കെ നടക്കുന്നത്. നിൻ്റെ പ്രവർത്തികൾ എനിക്ക് ഹാനികരമാകുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അച്ഛമ്മ പറയുന്നത് കേട്ടിട്ടില്ലേ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കേട്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയെ. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും കേട്ടോ. എന്നിട്ട് എൻ്റെ കുരിശ് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ബെഡിലിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പോയി അടുത്തിരുന്നിട്ട് എന്താ വിക്രമ ടെൻഷനായോ എന്നിങ്ങനെ ചോദിക്കും. എണീച്ച് പൊടി പിത്തക്കാളി എന്ന് പറയുവേ. അന്നേരത്തേക്കിനും ഇങ്ങനെ വേദ ചിരിച്ചുകൊണ്ട് പറയും കേട്ടോ. എണീച്ചൊക്കെ പോവാം, പക്ഷേ കല്യാണ സമയത്തിന് കുറച്ച് കാശിൻ്റെ ചിലവുണ്ട്, അത് അച്ഛനെ കൊണ്ട് മുടക്കിച്ചേക്കരുത്, വിക്രമൻ തന്നെ റെഡിയാക്കണമെന്ന് പറയുവേ. പക്ഷേ നേരായ മാർഗത്തിലൂടെ തന്നെ ആവണം എന്ന് മാത്രം എന്ന് പറയുകയെ. എനിക്കിപ്പോൾ മനസ്സിലെന്ന് പറയും കേട്ടോ. എന്നാൽ ഞാൻ കടം തരാം, കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേശ്ശെ തന്നാൽ മതി, ചാക്ക് ചുമന്നിട്ടോ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പം നിങ്ങളായിട്ട് ഉണ്ടാക്കത്തുമില്ല, ഞാൻ തന്നിട്ട് മേടിക്കത്തുമില്ല അല്ലെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിക്രമൻ ഇങ്ങനെ ആകപ്പാട് കുനിഞ്ഞിരുന്നിട്ട് പറയേ. പ്ലീസ് വേദ, നീ എന്നോട് പക വീട്ടാനാണെങ്കിൽ നീ പ്ലീസ് അതിന് ഞാൻ നിന്ന് തരാം, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കിത്താ എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിനും വിക്രമേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിപ്പോൾ നമ്മുടെ കല്യാണം വീട്ടുകാരെ അംഗീകരിച്ചതായിരുന്നില്ലല്ലോ, ഇപ്പോൾ അവരത് അംഗീകരിച്ച് നടത്തുമ്പം അത് നല്ലതല്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുകയാണ്. എന്നാലല്ലേ എനിക്ക് വീട്ടിലും നിങ്ങളുടെ അടുത്തുമൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമല്ലേ എനിക്ക് നിങ്ങളെ ചട്ടിയിലിട്ട് വറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് പറയാം കേട്ടോ. 2 വീട്ടുകാരെ അംഗീകരിച്ച് കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ സ്വന്തമായെന്ന് എല്ലാവരും അംഗീകരിക്കുമല്ലോ. സ്വന്തമായെന്ന് തോന്നിക്കഴിഞ്ഞ് പിന്നെ നിങ്ങളെ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ പൊരിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ്. ആകെപ്പാടെ നിസ്സഹായമായ അവസ്ഥയിലാണ് നമ്മുടെ വിക്രമിൻ്റെ അവസ്ഥ. പ്ലീസ് ഒന്ന് പോയി തരാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. പ്ലീസ് ഇതിലും താഴ്മയായിട്ട് പറയാൻ എനിക്കറിയത്തില്ല ഇങ്ങനെ വിക്രമൻ പറയുക. അന്നത്തേക്ക് നമ്മുടെ വേദ പറയും കേട്ടോ. നിങ്ങൾ പോന്ന് പറയുമ്പോൾ വാ എന്ന് പറയാനായിട്ട് ഇതിലും താഴ്ന്ന് പറയാൻ എനിക്കും അറിയത്തില്ലെന്ന് പറയുകയെ. അപ്പോൾ ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തുക എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം വീണ്ടും പറയാം നീ തന്നെ സ്വയം കെട്ടേണ്ടി വരുമെന്ന്. അപ്പം നിങ്ങളുടെ കൈക്ക് എന്താ ആമവാദം വരുമെന്ന് ചോദിക്കുകയെ. എല്ലാവരും കൂടെ നിർബന്ധിച്ച് നിൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ശ്രമിച്ചെന്നാലും ഞാൻ കെട്ടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും സത്യമാണെന്ന് ചോദിക്കുക. സത്യം എന്നിങ്ങനെ വിക്രം പറയും കേട്ടോ. എന്നാലേ ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവാം, അന്ന് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കിനും വിക്രം പറയുവേ. അന്ന് കാക്ക മലന്ന് പറക്കുമെന്ന് പറയും കേട്ടോ. അതൊക്കെ കാക്കയുടെ ഇഷ്ടമെന്ന് ഇങ്ങനെ വേദയും പറയുവേ. എന്നാൽ ഈ കല്യാണം നടന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. എന്നും പറഞ്ഞിട്ട് വിക്രത്തിന് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷിന് റൂമിനുള്ളിൽ ഇരിക്കുക കേട്ടോ, ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും മാഷിങ്ങനെ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഒരു തെറ്റിന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ ചോദിക്കുന്നുണ്ട് മാഷ് എന്തിനാണ് ഇത്രയും ദേഷ്യം ആ കുട്ടിയോട് പുലർത്തുന്നത് എന്ന് ചോദിക്കും കേട്ടോ. മാഷിൻ്റെ മനസ്സിലും ദേഷ്യമുണ്ടല്ലോ, അതെന്തിനാ എങ്ങനെ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. ദേഷ്യമല്ല കമല, സ്നേഹമാണ്. അവർ നല്ല കുട്ടിയാണെന്ന് അറിയുന്നത് കൊണ്ട് അവളുടെ ജീവിതം നശിച്ച് കാണരുത് എന്നൊരാഗ്രഹം, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുവേ. നമ്മളുടെ മകൻ്റെ കാര്യത്തിലും എനിക്കുള്ളത് അത് തന്നെയല്ലേ മാഷെ. അവൻ നേർവഴിക്ക് നടക്കാനും അവന് നല്ലൊരു ഭാവി ഉണ്ടാകാനും ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അവൻ നന്നായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എത്ര അമ്പലങ്ങളിലെ വഴിപാടുകൾ നേർന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ടത് സംഭവിച്ചോ എന്നിങ്ങനെ മാഷ് ചോദിക്കുക. അത് സംഭവിക്കും, അവൾ അവനെ നേർവഴിക്ക് കൊണ്ടുവരും മാഷെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
പെൺകുട്ടികളുണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും അമ്മമാർക്ക്. വേദയുടെ അമ്മയ്ക്കും അങ്ങനെയായിരിക്കും. മുത്തശ്ശിക്കാണെങ്കിൽ വേണ്ടതിനെ അത് ദൈവകൽപ്പിതമായിരുന്നല്ലോ. ഇനി ആൺകുട്ടികൾക്കാണെങ്കിൽ അമ്മമാർക്ക് എത്രയും പെട്ടെന്ന് എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നായിരിക്കും ആഗ്രഹം. അങ്ങനെയാണ് ഒട്ടുമിക്ക വീടുകളിലും നടക്കുന്നത്. പക്ഷേ അതാ വന്നു ചേർന്ന പെൺകുട്ടിയുടെ ദോഷമാണെങ്കിലും അവരത് സഹിക്കുക തന്നെ വേണം. വേദ നല്ലൊരു കുട്ടിയാണ്. അവൾ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ കിടന്ന് നരയിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുവേ. പക്ഷെ നമ്മുടെ മോൻ നല്ല കുട്ടിയായിരുന്നെങ്കിൽ ഇവളാണ് എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് ഞാൻ ലോകം മുഴുവൻ വിളിച്ച് പറഞ്ഞു നടന്നതിനെ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളിനെ. പക്ഷേ നമ്മൾ ഇല്ലാത്തവരായി പോയി കമല എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ ഇങ്ങനെ അങ്ങനെ വായി പൊളിച്ചിട്ടിരിക്കുക കൂട്ടോ. മാഷ് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചിന്തിച്ചിട്ടും കൂടെ ഇല്ല. ശരിയാണ്, മാഷിന് മാഷിൻ്റെതായ തീരുമാനങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് നല്ലതാണ്, ഇത് തന്നെയാണ് നല്ലത്. അവൾ വിക്രമിനെ മാറ്റിയെടുത്തിരിക്കും മാഷെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. വിക്രമിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ 3 മക്കളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ അവൾ കൊണ്ടുവരും, എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. വിശ്വവും നന്നാവും മാഷെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്നിട്ടാണ് അവൻ ആ ജോലി കളഞ്ഞെന്നിങ്ങനെ മാഷ് ചോദിക്കാൻ നേരം നമ്മുടെ കമലമ്മ പറയും കേട്ടോ, അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാകും മാഷെ. അതുകൊണ്ടല്ലേ ആരും പറയാതെ സൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ലോട്ടറി വിറ്റത്. അതിന് അവനെ പ്രേരിതമാക്കിയത് വേദയുടെ പ്രവൃത്തി തന്നെയാണ്. ഇനി നോക്കിയോ, വിനായകൻ്റെ ജീവിതത്തിലും നല്ല വഴിത്തിരിവ് ഉണ്ടാവും. ഏത് നിമിഷവും കത്തിക്കരിയാൻ നിൽക്കുന്നവൻ്റെ കൂടെയുള്ള ആ കുട്ടിയുടെ ജീവിതത്തിന് ഞാൻ ഒരിക്കലും ഈ ആക്രമത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ ചോദിക്കുന്നുണ്ട്, ആക്രമോ? അതേ കമല, ഒരിക്കലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കത്തില്ല എന്ന് പറയുകയാണേ. പിന്നെ നമ്മുടെ വിശ്വവും ശ്രീചേട്ടത്തി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മോള് മടിയിലൊക്കെ കിടക്കുന്നുണ്ട്, തലയൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് ശ്രീചേട്ടത്തി. വേദ വിക്രമിൻ്റെ ജീവിതത്തിലോട്ട് വരുന്നതോടുകൂടി വിക്രമനും മാറും. അല്ലെങ്കിലും അവൻ്റെ മനസ്സ് ശുദ്ധമാണ്, പാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. കഴിഞ്ഞ 3-4 മാസമായിട്ട് വേദ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്നൊക്കെ ഇങ്ങനെ വിശ്വം ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, അതുകൊണ്ട് അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. വേദയുടെ മനസ്സ് നല്ല മനസ്സാണ്, അവൾ വിക്രമനെ എല്ലാം നേരെയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം തന്നെ നോക്ക്, വിശ്വേട്ടനാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകണം തോന്നി തുടങ്ങിയില്ലേ. വിശ്വേട്ടൻ അച്ഛൻ്റെ മുന്നിൽ വിശ്വേട്ടന് അധികാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഒരു നാണവും ഇല്ലായിരുന്നു. പക്ഷേ മോള് വന്നപ്പോഴത്തേക്കിനും മോളെയും കൂടെ അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കും അല്ലേ വിശ്വേട്ടന്. അതുകൊണ്ടല്ലേ പോയി മേടിച്ച് പണിയെടുത്ത് ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുക. അന്നത്തേക്കും നിനക്കതെങ്ങനെ മനസ്സിലായെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇനി യാത്ര പൊട്ടിയല്ലെന്ന് മനസ്സിലായില്ലേ വിശ്വേട്ടൻ എന്നൊക്കെ ഇങ്ങനെ ശ്രീചേട്ടത്തിയും ചോദിക്കുകയെ. അന്നേരം നമ്മുടെ വിശ്വേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, മുല്ലപ്പൂ മുടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുമ്പോൾ, അങ്ങനെ മുല്ലപ്പൂ ആരും നോക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനല്ല വേദയുടെ കാര്യം പറഞ്ഞെന്നൊക്കെ പറയും കേട്ടോ. ഏതൊക്കെയാലും കുറച്ച് ദിവസം കൂടി നോക്കാം. എന്താണ് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ലോട്ടറി വിൽക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വിശ്വയുടെ ജോലി നിർത്താൻ പോവുകയാണോ? അല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ മോള് പോവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അന്നത്തേക്ക് നമ്മുടെ ശ്രീചേട്ടത്തിക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കിനും നമ്മുടെ വിശ്വൻ ഇങ്ങനെ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുവേ. പിന്നീട് നമ്മുടെ വേദ ഇങ്ങനെ തുണിയൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ജ്യൂസും ഒക്കെ ആയിട്ട് നമ്മുടെ നന്ദിനി വരും കേട്ടോ. അത് കണ്ടിട്ട് വേദയ്ക്ക് ഇങ്ങനെ ആശ്ചര്യം ഉണ്ടാകുകയാണ്. നന്ദിനി അടുത്ത് എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യാൻ സാധ്യതയില്ല എന്ന് വേദയ്ക്ക് അറിയാം കേട്ടോ. എന്നിട്ട് വേദ ഇങ്ങനെ ഞെട്ടിയിട്ട് ചോദിക്കും, എന്താ നന്ദിനി അടുത്ത് ജ്യൂസൊക്കെ ആയിട്ടെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരം പറയുന്നത്, അയ്യോ ഇത് ഞാൻ അടിച്ചതല്ല, അമ്മ വെളിയിൽ പോകുന്നതിന് മുന്നേ ഇത് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ് ശ്രീചേട്ടത്തി ഇത് തന്നു വിട്ടതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അല്ല, ശ്രീചേട്ടത്തി ഇത് കൊണ്ടുവന്നതിലല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നത്തേക്കിനും നമ്മുടെ പിന്നീട് ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ഞാനിതിൻ്റെ അകത്തൊന്നും ചേർത്തിട്ടില്ലെന്നൊക്കെ പറയുവേ. അതിനേക്കറിയാം ഇതിനകത്തൊന്നും ചേർക്കില്ലെന്ന്, ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്ദിനിയടുത്തേക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുവേ. എന്നാലും ഇതെന്തിനായിരിക്കും കൊണ്ടുവരുന്നത് എന്നിങ്ങനെ വേദ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്